ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് CPM. കേസിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നാൽ നടപടിയുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. അന്വേഷണം കടകംപള്ളിയിലേക്ക് നീളുന്നുവെന്ന സൂചനയ്ക്കിടെയാണ് CPM നിലപാട് വ്യക്തമാക്കിയത്. അറസ്റ്റിലായ മുതിർന്ന നേതാവ് പത്മകുമാറിനെ തള്ളി സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ രംഗത്തെത്തി. പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. ഉടൻ ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ലെന്നാണ് പാർട്ടി നിലപാട്. SIT അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണയും CPM പ്രഖ്യാപിക്കുന്നു. പത്മകുമാറിന്റെ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം ഞങ്ങൾ പിന്തുണക്കുന്ന SITയുടെ, അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായി ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടിലേക്ക് ഞങ്ങൾ പോകും. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുന്നതിൽ പത്മകുമാറിന് വീഴ്ചയുണ്ടായെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. കടകംപള്ളിയിലേക്ക് അന്വേഷണം നീളുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. ഒരാളെയും സംരക്ഷിക്കാനോ ആർക്കെങ്കിലും വേണ്ടി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ടിയോ ഏതെങ്കിലും വക്കാലത്തോ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിനിടെ പത്മകുമാറിനെ പൂർണ്ണമായി തള്ളി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ രംഗത്തെത്തി. പത്മകുമാറിന്റെ അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയില്ലെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്നയാളാണ് പത്മകുമാറെന്നും P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ സഹായം ചെയ്തെന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശ്വറും രംഗത്തെത്തിയിട്ടുണ്ട്. സമരത്തിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും പ്രക്ഷോഭം തുടങ്ങാൻ തന്നെയും മുത്തശ്ശിയും അമ്മയെയും ശബരിമലയിൽ എത്തിക്കാൻ പത്മകുമാർ സഹായിച്ചെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വെളിപ്പെടുത്തൽ. മീഡിയ 1 തിരുവനന്തപുരം.